നമസ്കാരം. സെയിൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷത്തിന് പിറകെ തുലാവർഷം തുടക്കത്തിലെ കലിതുള്ളുന്നു. കനത്ത മഴയും കാറ്റും ഇടിമിന്നലും. ചൊവ്വാഴ്ച വരെ കനത്ത മഴ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ദുരിതം വിട്ടൊഴിയാത്ത കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് കണ്ണുരോഗവും ചർമ്മരോഗവും. മെഡിക്കൽ ക്യാമ്പിന് ശേഷം ഹോസ്റ്റൽ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. സംസ്ഥാനത്തെ ഏക സ്പോർട്സ് സ്കൂൾ ഹോസ്റ്റലിനോട് കടുത്ത അനീതി കാണിക്കുമ്പോഴും പ്രശ്നപരിഹാരം അകലെ. ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ പലയിടത്തും കാട്ടുപന്നിയുടെയും മുള്ളൻ പന്നിയുടെയും ശല്യം രൂക്ഷം. കാർഷിക വിളകൾ മുഴുവൻ നശിപ്പിക്കുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ അധികൃതർ. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മന്ന ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാൻ ഇനി സോളാർ ട്രാഫിക് സിഗ്നലും. ജില്ലയിലെ ആദ്യത്തെ സോളാർ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ തളിപ്പറമ്പിൽ. വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷത്തിന്റെ കലി അടങ്ങുമ്പോഴേക്കും തുലാവർഷം തുടികൊട്ടി തുടങ്ങി. തുടക്കത്തിലെ കനത്ത മഴയാണ്. കാറ്റും ഇടിമിന്നലുമുണ്ട്. ചൊവ്വാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സമൃദ്ധമായ കാലവർഷത്തിന്റെ കലി അടങ്ങിയിട്ടേയുള്ളൂ. തുലാവർഷം തുടികൊട്ടി തുടങ്ങി. ജില്ലയിൽ കനത്ത മഴയാണ്. പലയിടത്തും കാറ്റും ഇടിമിന്നലുമുണ്ടായി. വടക്കുകിഴക്കൻ കാലവർഷം തുടക്കത്തിലെ ശക്തിയാർജിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ വരെ 13 സെന്റിമീറ്റർ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശ്രീലങ്ക തമിഴ്നാട് തീരങ്ങൾക്കിടെ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതും വടക്കുകിഴക്കൻ കാറ്റ് ശക്തമായതുമാണ് കാലവർഷം അനുകൂലമാക്കിയത്. ഇതുപോലെ തുലാവർഷവും ശക്തമാകുമെന്നു തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്. ദുരിതബാധകൾ വിട്ടൊഴിയാത്ത കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് കണ്ണുരോഗവും ചർമ്മരോഗവും. ഒരാഴ്ചത്തേക്ക് ഹോസ്റ്റൽ അടച്ചു. വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോവുകയായിരുന്നു. വിദ്യാർത്ഥിനികൾക്ക് കുടിക്കാൻ പോലും ശുദ്ധജലം ഇവിടെയില്ല. പല്ല് തേക്കുന്നത് പോലും അഴുക്കുവെള്ളം ഉപയോഗിച്ചാണ്. പോഷകസമൃദ്ധമായ ഭക്ഷണം കുട്ടികൾക്കില്ല. വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി ഒരിടത്ത് ഇടാൻ പോലും സ്ഥലമില്ല. ഈ ഹോസ്റ്റലിൽ നിന്നാണ് ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാന താരങ്ങളായ PT ഉഷയും ബോബി അലോഷ്യസും അടക്കം പഠിച്ചു വളർന്നത്. ഇപ്പോൾ ഈ ഹോസ്റ്റലിനോട് അധികൃതർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ ആരുടെയും രോഷത്തിനിടയാക്കും. സ്പോർട്സ് വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാനത്തെ ഏക ഹോസ്റ്റൽ കൂടിയാണിത്. എല്ലാ ജില്ലകളിലെയും കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥിനികളുടെയും മനസ്സിലെ ആധി ദിവസവും വർദ്ധിക്കുന്നുവെന്ന് മാത്രം. വിദ്യാർത്ഥിനികളിൽ കണ്ണുരോഗവും ചർമ്മരോഗവും വ്യാപകമായതിനെ തുടർന്ന് IMA ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഹോസ്റ്റലിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആക്ച്വലി കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ക്യാമ്പിന് മുതിർന്നത്. അത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്ന് ഒരു ഷോർട്ട് നോട്ടീസായിട്ട് കിട്ടിയ ഒരു സംഗതിയായിരുന്നു. ലൈക്ക് മിഞ്ഞാന്നായിരുന്നു കലക്ടർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്യണമെന്ന്. സോ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്തു. എല്ലാ ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് സ്കിൻ, കണ്ണുരോഗ വിദഗ്ധർ, പിന്നെ ഓർത്തോപീഡിഷ്യൻ, ദെൻ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ, ഇങ്ങനെയുള്ള ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് ഞങ്ങൾ ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇതായിട്ട് ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തുടർന്നും എല്ലാവിധ സഹായങ്ങളും IMA കണ്ണൂർ ബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. സ്റ്റുഡൻസ് സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ ശോചനീയാവസ്ഥ കലക്ടർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം കണ്ണൂർ IMAക്ക് എന്ത് ചെയ്യാനാവും എന്ന് ഞങ്ങളോട് ആരാഞ്ഞപ്പോൾ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ക്യാമ്പ് ആദ്യം സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുകയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ പരമാവധി സമൂഹത്തിൻ്റെ നാനാതുറകളിലെ വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുകയും രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തിയും അതിനാവശ്യമായ പണം സ്വരൂപിച്ചും ഈ കുട്ടികളുടെ ഈ ദുരവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന്
ഒരാഴ്ച ഹോസ്റ്റലിന് അവധി നൽകുകയായിരുന്നു. വിദ്യാർത്ഥിനികൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. വിദ്യാർത്ഥിനികളുടെ ദുരിത ജീവിതം അറിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ PK ശ്രീമതി MP, കളക്ടർ P ബാലകിരൺ, DDE ദിനേശൻ മഠത്തിൽ തുടങ്ങിയവർ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP നേടിയ വിജയത്തിൽ എങ്ങും ആഹ്ലാദം അലതല്ലുകയാണ്. പ്രകടനങ്ങളും മധുരപലഹാര വിതരണവും നടന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP അധികാരത്തിലേക്കാണ്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തളിപ്പറമ്പിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വാഹനങ്ങൾ കൊടിതോരണങ്ങളാൽ അലങ്കരിച്ച് വാദ്യമേളങ്ങളോടെ പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. പലയിടത്തും മധുര പലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മുമ്പത്തേക്കാൾ മികച്ച പ്രകടനം നടത്താനും ഭരണത്തകർച്ച ഉണ്ടാക്കാനുമാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി പറഞ്ഞു. കേരളത്തിൽ CPM തകർന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീശൻ പാച്ചേനി. നമുക്കറിയാം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ദയനീയമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ കൈരളി ചാനലും അതുപോലെ തന്നെ ദേശാഭിമാനി പത്രവും ഒക്കെ വലിയ വാർത്തകളാണ് കോൺഗ്രസ് തകർന്നു, ഇനി കോൺഗ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇതിന് മുമ്പും ഇതുപോലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് വലിയ ഉത്തരവൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, കടങ്കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ അവരെ കുറിച്ച് ചോദിക്കരുത്, അവർ നമ്മളെ കുറിച്ച് പറയും. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ KV ഫിലോമിന മുഖ്യപ്രഭാഷണം നടത്തി. കൂനത്തറ മോഹനൻ അധ്യക്ഷത വഹിച്ചു. PV വേണുഗോപാൽ, PP ധനഞ്ജയൻ, PI ശ്രീധരൻ, അജിത് മാട്ടുൽ, PK ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ 20ാം സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. ഫെഡറേഷൻ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് PK സാരംഗി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. As of 31st March 2008, the bank loans were 39,030 crores. 3903 crores. I am not reading, there is a time constant there. സംസ്ഥാന പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP സഹദേവൻ, PS രാജൻ, N ജയചന്ദ്രൻ, NL പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെയും മുള്ളൻപന്നിയുടെയും ശല്യം രൂക്ഷമായി. ഉള്ള വിളകൾക്കോ വിപണിയിൽ വിലയില്ല. അവനവന് ഭക്ഷിക്കേണ്ട വിളകൾ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ കർഷകരുടെ കണ്ണീർ തോരുന്നില്ല. മലയോര മേഖലയും ഗ്രാമപ്രദേശങ്ങളും കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ്. കാട്ടുപന്നികളും മുള്ളൻപന്നികളും നാട്ടിൻപുറത്തെ കാർഷിക വിളകൾ ഒന്നടങ്കം നശിപ്പിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് കർഷകർ. മരച്ചീനി, ചേമ്പ്, മഞ്ഞൾ, ചേന തുടങ്ങിയ കൃഷികളാണ് ഇവ നശിപ്പിക്കുന്നത്. കർഷകനായ കരുമാരത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് മുള്ളൻപന്നി, കാട്ടുപന്നി വിളകളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു 3 വർഷമായിട്ട് മുള്ളൻപന്നിയുടെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം ആണ് കാട്ടുപന്നിയുടെ ശല്യം തുടങ്ങിയത്. വ്യാപകമായ നാശനഷ്ടം വരുത്തി വെക്കുന്നുണ്ട്. ഇതിനെ തടയാനുള്ള യാതൊരു മാർഗങ്ങളും ആരെ സമീപിച്ചിട്ടും കിട്ടാത്തൊരു സ്ഥിതിയാണ്. വനംവകുപ്പിനെ സമീപിക്കാൻ കൃഷി വകുപ്പുകാർ പറയുന്നു. മറ്റ് മാർഗങ്ങളില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ ഇതിനെ നശിപ്പിക്കാൻ വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നുമില്ല. അതിന് വേണ്ടുന്ന സഹായം നഷ്ടപരിഹാരവും വനംവകുപ്പ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വ്യക്തതയും ഇതുവരെ ആയിട്ടില്ല. ജില്ലയിൽ കുറുമാത്തൂർ, വളക്കൈ, ശ്രീകണ്ഠപുരം, ഇരിട്ടി, കരിങ്കൽക്കുഴി, പാടിക്കുന്ന്, കാട്ടിലെ പീടിക, ചെറുപഴശ്ശി, പെരുമാച്ചേരി, കൊളച്ചേരി, നണിയൂർ ഭാഗങ്ങളിലും കാട്ടുപന്നിയുടെയും മുള്ളൻപന്നിയുടെയും ശല്യം രൂക്ഷമാണ്. ഇരുമ്പുവേലികൾ സ്ഥാപിച്ചിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയാണ് കർഷകർക്ക്. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മന്ന ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരു കഴിക്കാൻ ഇനി സോളാർ ട്രാഫിക് സിഗ്നലും. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് തളിപ്പറമ്പ് നഗരസഭ മന്നയ്ക്ക് സോളാർ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നത്. ജില്ലയിൽ ആദ്യത്തെ സംരംഭമാണിത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മന്ന ജംഗ്ഷൻ ഗതാഗതക്കുരുക്കാൽ വീർപ്പുമുട്ടുകയാണ്. ആലക്കോട്, ശ്രീകണ്ഠപുരം, തൃച്ചംബരം, തളിപ്പറമ്പ് ടൗൺ എന്നിങ്ങനെ 4 റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് മന്ന ജംഗ്ഷൻ. രാവിലെയും വൈകുന്നേരവുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഇതിന് പരിഹാരമായാണ് തളിപ്പറമ്പ് നഗരസഭ
10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മന്ന ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരം കെൽട്രോണിനാണ് നിർമ്മാണ ചുമതല. ജില്ലയിലെ ആദ്യത്തെ സോളാർ സിഗ്നൽ ലൈറ്റുകളാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. 8 സോളാർ പാനലുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ് സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുക. 3 ദിവസത്തേക്ക് സൂര്യപ്രകാശം ഇല്ലാതായാലും വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി ബാറ്ററികൾക്ക് ഉണ്ടാവും. പകൽ സമയത്ത് സോളാറിലും രാത്രിയിൽ ബാറ്ററിയിലുമായിരിക്കും പ്രവർത്തനം. ഒരാഴ്ചയ്ക്കകം സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കെൽട്രോൺ എഞ്ചിനീയർ ലാൽ പി ജോൺ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ മന്ന ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ഇൻസ്റ്റലേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കെൽട്രോൺ ആണ് ഇത് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. സോളാർ പവർ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ള ഈ ജംഗ്ഷൻ. ഇവിടുത്തെ റോഡുകളുടെ വീതി കുറവ് ഒരു പ്രശ്നമാണെങ്കിലും നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിത് വിജയപ്രദമാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും. റോഡിന്റെ വീതി കുറവ് സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാനിടയുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും ഇത് മറികടക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. സിഗ്നലുകൾ കാര്യക്ഷമമാണോ എന്നറിയാൻ കെൽട്രോൺ അധികൃതർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നിരീക്ഷണം നടത്തും. അതിനുശേഷം ആവശ്യമായ പുനഃക്രമീകരണങ്ങളും നടത്തും. തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കുന്നുണ്ട്. സജ്ജീകരണങ്ങൾ പൂർണ്ണതയിലെത്തുന്നതോടെ ഇവിടുത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അസ്തമയ പക്ഷികൾ വീണ്ടും പ്രഭാതത്തിലേക്ക്. സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനം തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്നു. ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പശ്ചാത്തലം നമുക്കുണ്ട്, ഒരു നല്ല സാംസ്കാരിക പശ്ചാത്തലം. അതിനെ ഒന്നുകൂടി പ്രഭാതപൂർവമാക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി രാജ്യത്ത് മാത്രമല്ല ലോകത്തും കൂടുതൽ പ്രസക്തമാവുന്ന ഒരു കാലമാണിത്. അത് പറയുമ്പോൾ ഇടതുപക്ഷം ഏറെ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടി. കഥ, കവിത, നോവൽ, ചർച്ചകൾ, സിനിമ, ഷോർട്ട് ഫിലിം പ്രദർശനം, തെരുവ് നാടക അവതരണം, പുസ്തക പ്രസാധനം തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സാംസ്കാരിക കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കുന്നൂൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് പൂക്കോത്ത് രചിച്ച അന്വേഷണം, നാടകം, ജീവിതം എന്ന പുസ്തക പ്രകാശനം നാടക സംവിധായകൻ ഇബ്രാഹിം ബെങ്ങര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TM രാജഗോപാൽ ഏറ്റുവാങ്ങി. പുഗാസ ജില്ലാ സെക്രട്ടറി പൊന്നൻ ചന്ദൻ പുസ്തക പരിചയം നടത്തി. ഷെറിൻ, K. സുനിൽകുമാർ, M. സന്തോഷ്, KC ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. റോഡിന്റെ ഉയരം കുറക്കുന്നതോടെ കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിലാണ് 3 പഞ്ചായത്തുകളിലെ ഉപഭോക്താക്കൾ. ശ്രീകണ്ഠാപുരം പുതിയതെരു റോഡ് വികസനത്തിന്റെ ഭാഗമായി പാടിക്കുന്നിൽ നടക്കുന്ന പ്രവൃത്തിയാണ് കുടിവെള്ള പൈപ്പിന് ഭീഷണിയാവുന്നത്. പാടിക്കുന്നിലെ റോഡിന്റെ ഉയരം കുറക്കുന്ന പ്രവൃത്തി നടക്കുകയാണ്. ഉയരം കുറച്ചതോടെ കുടിവെള്ള പൈപ്പുകൾ വെളിയിലായി കഴിഞ്ഞു. ഇത് മാറ്റേണ്ടത് ജല അതോറിറ്റിയാണ്. മട്ടന്നൂർ ചാവശ്ശേരിയിൽ നിന്നുള്ളതും കൊളച്ചേരി, മയ്യിൽ, നാറാത്ത് ഭാഗങ്ങളിലേക്കുള്ള പൈപ്പുമാണ് റോഡിനടിയിലുള്ളത്. ഏകദേശം 3000-ഓളം കുടിവെള്ള കണക്ഷനുകൾ 3 പഞ്ചായത്തുകളിലുമായുണ്ട്. KK ബിൽഡേഴ്സാണ് റോഡ് പ്രവൃത്തി നടത്തുന്നത്. പൈപ്പ് മാറ്റിയാൽ മാത്രമേ റോഡ് വികസനം സാധ്യമാവുകയുള്ളൂ. 15 ലക്ഷം രൂപ ചെലവ് വരുന്ന പ്രവൃത്തിയുടെ രൂപരേഖ തയ്യാറാക്കി നൽകിയതായി ഇതു സംബന്ധിച്ച് അധികൃതർ മറുപടി നൽകി. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന റോഡ് വികസനമായതിനാൽ ഫണ്ട് സ്വയം കണ്ടെത്തേണ്ട ബാധ്യത പൊതുമരാമത്ത്, ജല അതോറിറ്റി വകുപ്പുകൾക്കാണ്. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. ഓൾ കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെയും ഓഫീസേഴ്സ് യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു. കണ്ണൂർ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറി GV സാംബശിവറാവു ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ NE ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. P. മനോഹർലാൽ, ED ജോസഫ്, MD ഗോപിനാഥ്, അജയ്, GV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. The primary agriculture cooperative societies, PACs, were also existing, and existence of the scheduled commercial banks and banking industry as well as. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
കേരള ജയിൽ എക്സിക്യൂട്ടീവ് പെൻഷനേഴ്സ് മേഖലാ സമ്മേളനം കണ്ണൂർ പള്ളിക്കുന്നിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് എൻ ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഒരു രീതിയല്ല തൃശ്ശൂരത്തെ ഭൂമിശാസ്ത്രം, അതുപോലെ തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ സംഘടിക്കാനുള്ളൊരു മെന്റാലിറ്റിയാണ് തിരുവനന്തപുരത്തുള്ള നമ്മളെ സുഹൃത്തുക്കൾക്കുള്ളത്. തൃശ്ശൂര് അത് വേറെ രീതിയാണ്. അപ്പൊ അവർക്ക് പിന്നെ കുറച്ച് കൃഷിയും അങ്ങനെ ഒരു അല്പ ന്യൂഡൽ വ്യവസ്ഥയുള്ള ജീവനക്കാരാണ് നമുക്ക് തൃശ്ശൂരുള്ളത്. CK വിജയൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള പെൻഷനേഴ്സ് അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ ഒഫ്താൽമിക് സൊസൈറ്റിയുടെയും കോൺട്രസ്റ്റ് ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്രരോഗങ്ങളെ വിഷയമാക്കി ഡോക്ടർമാരുടെ തുടർ വിദ്യാഭ്യാസ ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ റോയൽ ഒമേഴ്സിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള ഉദ്ഘാടനം ചെയ്തു. So when we do that, we always want our doctors to come and help us, because such a need, that every day the needs of the poor increases, and there is what can be called the exploitation agenda, which is organized by a crime syndicate, which handles the hospitals and the medicines. That's a reality, because അറിവിനെ സേവനമാക്കി മാറ്റുക എന്നതാണ് സമൂഹം ആവശ്യപ്പെടുന്നതെന്ന് പ്രൊഫസർ KA സരള പറഞ്ഞു. നേത്രരോഗങ്ങളെക്കുറിച്ച് ജില്ലയിലെ പ്രമുഖ ഡോക്ടർമാർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ ട്രോമ കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ട്രോമ കെയർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ നടന്ന പരിപാടി ഡോക്ടർ ബീന വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഹേമപാലൻ, ഡോക്ടർ വിശരദൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ട്രെയിനിംഗ് നടന്നത്. എന്തായാലും ഈ സെക്കൻഡ് ആക്സിഡന്റ് ഒഴിവാക്കിയേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? രജിസ്റ്റർ ആണ് എല്ലാവർക്കും? ഓക്കെ. നൗ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ, CPR. നിരവധി പേർ ക്ലാസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഖില കേരള പുള്ളുവൻ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. കണ്ണൂർ യോഗശാല ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K ആണ്ടി അധ്യക്ഷത വഹിച്ചു. CP കുട്ടികൃഷ്ണൻ, NP ശ്രീധരൻ, MP കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കല്യാശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡിലെ വാട്ടർ ടാങ്കിനടുത്തുള്ള പരിസരവും പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യ കേന്ദ്ര പരിസരവും അയൽക്കൂട്ടത്തിന്റെ സഹായത്തോടെ ശുചീകരിച്ചു. വാർഡ് മെമ്പർ വത്സല കാടുവെട്ടി ഉദ്ഘാടനം ചെയ്തു. നവംബർ 1 കല്യാശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിലെ പരിസരം പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ഒക്ടോബർ 2 സംഘടിപ്പിച്ച മാലിന്യ ശേഖരണ പരിപാടിയും അയൽക്കൂട്ടങ്ങൾ വിജയകരമായി നടത്തിയിരുന്നു. ഈ 19-ാം തീയതി ഇന്ന് പ്ലാസ്റ്റിക് ശേഖരണത്തിന് ഈ സ്ഥലം വൃത്തിയാക്കുകയും ഉപയോഗശൂന്യമായി കിടക്കുന്നത് വൃത്തിയാക്കുകയും ഒപ്പം തന്നെ അത് എല്ലാ അയൽക്കൂട്ടത്തിലെയും വാർഡിലെയും എല്ലാ ആൾക്കാർക്കും ഇവിടെ സ്ഥിരമായി വന്ന് അത് ഇവിടെ സൂക്ഷിക്കാനും അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളും ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അയൽക്കൂട്ടം കൺവീനർ ഉനൈസ്, ബാബു, മനോഹർ മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. മികച്ച റേഡിയോ നാടകത്തിനുള്ള ആകാശവാണി ദേശീയ പുരസ്കാരത്തിന് കണ്ണൂർ നിലയം പ്രക്ഷേപണം ചെയ്ത വിതയ്ക്കുന്നവന്റെ ഉപമയ്ക്ക് ലഭിച്ചു. നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് നീലേശ്വരം സ്വദേശി KV ശരത്ചന്ദ്രനാണ്. ആകാശവാണി കണ്ണൂർ നിലയത്തിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ് ശരത്ചന്ദ്രൻ. നാടകത്തിലെ 6 കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ശബ്ദഭാവങ്ങൾ പകർന്നത് ചലച്ചിത്ര നടൻ സിദ്ദീഖാണ്. ചെന്നൈയിലെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ ലോകപ്രശസ്ത തത്വചിന്തകനായ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ജീവിതവും ദർശനവും പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിനായി തളിപ്പറമ്പിൽ പരിപാടി സംഘടിപ്പിച്ചു. ടീക്ക് ഫോറസ്റ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വീഡിയോ പ്രദർശനം, സംവാദം എന്നിവ നടന്നു.
സങ്കീർണമായ മനുഷ്യ മനസ്സിന്റെ പ്രശ്നങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാനാണ് ജിദ്ദു കൃഷ്ണമൂർത്തി ജീവിതം കൊണ്ട് ശ്രമിച്ചത്. ഫ്രീഡം ഫ്രം ദി നോളജ് പോലുള്ള പുസ്തകങ്ങൾ ഉദാഹരണം. കൃഷ്ണമൂർത്തിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ സ്ക്രീനിംഗ് പരിപാടിയിൽ ശ്രദ്ധേയമായി. The psyche is the content of its own consciousness. തുടർന്ന് സംവാദവുമുണ്ടായി. TP ഖാലിദ്, EM ഹാഷിം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ. കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഫിലിം സൊസൈറ്റി ആഭിമുഖ്യത്തിൽ മനോജ് കാന സംവിധാനം ചെയ്ത ചായില്യം സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു. തുടർന്ന് അണിയറ ശില്പികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. ദേവസ്ത്രീകൾ പൂപറിക്കാൻ വരുന്ന സ്ഥലം. അങ്ങനെ ഒരു ദിവസം പൂപ്പറിക്കുന്നതിനിടയിൽ ഒരു ദേവസ്ത്രീ ചൂരമുള്ളിൽ കുടുങ്ങിപ്പോയി. രക്ഷപ്പെടാനാവാണ്ടോ. തെയ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയാണ് ചായില്യം. മലബാർ മേഖലയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമ സംവിധാനം ചെയ്യാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നും അടുത്ത സിനിമ അമീബയുടെ പണിപ്പുരയിലാണ് താനെന്നും ചായില്യം സംവിധായകൻ മനോജ് കാന പറഞ്ഞു. ബഹ്റൈനില് ഇതിന്റെ ഷോ നടത്തിയപ്പോ ഞാൻ വിചാരിച്ചോളുന്ന ആൾക്കാരെ കാണാൻ പറ്റാന്ന് വിചാരിച്ചു. കാരണം അത് വേറെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതാണ്. പക്ഷെ അവിടെ ഈ മലയാള സമാജത്തിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ഹോള് ചിലപ്പോൾ അതായിരിക്കും. അത്രയും വലിയ ഹോളാണ്. ആ ഹോള് ഏകദേശം 1300 ആളുടെ നേരെ. മുഖാമുഖത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് KN ബാബു അധ്യക്ഷത വഹിച്ചു. ചായില്യം നിർമ്മാതാവ് പ്രിയേഷ് കുമാർ, നടി ആത്മീയ, പ്രസ് ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ മട്ടന്നൂർ, UP സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷത്തിന് പിറകെ തുലാവർഷം തുടക്കത്തിലെ കലിതുള്ളുന്നു. കനത്ത മഴയും കാറ്റും ഇടിമിന്നലും. ചൊവ്വാഴ്ച വരെ കനത്ത മഴ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ദുരിതം വിട്ടൊഴിയാത്ത കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് കണ്ണുരോഗവും ചർമ്മരോഗവും. മെഡിക്കൽ ക്യാമ്പിന് ശേഷം ഹോസ്റ്റൽ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. സംസ്ഥാനത്തെ ഏക സ്പോർട്സ് സ്കൂൾ ഹോസ്റ്റലിനോട് കടുത്ത അനീതി കാണിക്കുമ്പോഴും പ്രശ്നപരിഹാരം അകലെ. ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ പലയിടത്തും കാട്ടുപന്നിയുടെയും മുള്ളൻ പന്നിയുടെയും ശല്യം രൂക്ഷം. കാർഷിക വിളകൾ മുഴുവൻ നശിപ്പിക്കുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ അധികൃതർ. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മന്ന ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാൻ ഇനി സോളാർ ട്രാഫിക് സിഗ്നലും. ജില്ലയിലെ ആദ്യത്തെ സോളാർ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ തളിപ്പറമ്പിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.